കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. നമ്മളെല്ലാവരും മരണപ്പെടേണ്ടവരാണ്. മരണത്തിൻ്റെ രുചിക്കേണ്ടവരാണ്, ആസ്വദിക്കേണ്ടവരാണ്. മരണപ്പെടും എന്ന് പറയുമ്പോൾ അതേതെങ്കിലും പ്രായക്കാർക്ക് മാത്രം അല്ലെങ്കിൽ രോഗികളായി കിടപ്പിലായ ആളുകളോട് മാത്രം പറയേണ്ട ഒരു വിഷയമല്ല. മരണമെന്നുള്ളത് യുവാക്കളായ യുവതികളായ ആളുകൾക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ലാതെ അത് ഇപ്പോഴൊന്നും ഞങ്ങളെ പിടിപെടൂല എന്ന ചിന്തയോടെയാണ് പലരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും അത് രുചിക്കണം. അതിന് പ്രായവ്യത്യാസമില്ല. നാടിൻ്റെയോ സംഘടനയുടെയോ തറവാടിൻ്റെയോ പണത്തിൻ്റെയോ ഒരു വ്യത്യാസവും അവിടെ ഇല്ല. എല്ലാവരും രുചിക്കേണ്ടവരാണ്. എല്ലാ ദിവസവും നമ്മുടെ വീട്ടിലേക്ക് 5 തവണ അസ്രായീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട് എന്നാണ്. 5 തവണ. എന്നിട്ട് നമ്മുടെ വീടിന്റെ വാതിലിൽ നിന്നുകൊണ്ട് വീട്ടുകാരെ എല്ലാവരെയും ഒന്ന് നോക്കുകയും അതിൽ അല്ലാഹു തആല പെട്ടെന്ന് റൂഹ് പിടിക്കാൻ മയ്യിത്ത് റൂഹ് ആത്മാവ് ആകാശ ലോകത്തേക്ക് കൊണ്ടുപോകാൻ ഏൽപ്പിച്ച ആളുകളെ അവരുടെ ഭക്ഷണം തീരുമ്പോഴേക്കും അവരുടെ ആയുസ് തീരുമ്പോഴേക്കും അവരുടെ റൂഹ് പിടിച്ച് കൊണ്ടുപോവുകയും അതൊരു പക്ഷേ വീട്ടിലെ ഉപ്പയായിരിക്കാം, ഉമ്മയായിരിക്കാം, ഭാര്യയായിരിക്കാം, ഭർത്താവായിരിക്കാം, സഹോദരനായിരിക്കാം, സഹോദരിയായിരിക്കാം, മക്കളായിരിക്കാം. ആരായാലും വീട്ടിലെ ഒരു മെമ്പർ നമ്മളോട് വിട പറയുമ്പോൾ, നമ്മോട് വേർപിരിയുമ്പോൾ, എല്ലാ വേർപാടുകൾക്കും ഒരു നൊമ്പരമുണ്ടല്ലോ. അങ്ങനെ വേർപിരിയുമ്പോൾ സ്വാഭാവികമായി വീട്ടുകാരെല്ലാം ഒച്ചവെക്കുകയും അലമുറയിടുകയും കരയുകയും ഒക്കെ ചെയ്യും. അപ്പൊ അസ്രായീൽ അലൈഹിസ്സലാം നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? എന്നാൽ ഇന്ന് വ്യക്തിയെ കൊണ്ടുപോയത് ഫലമായി ഞാൻ കൊണ്ടുപോയതല്ല. അവൻ അല്ലാഹു കണക്കാക്കിയ റിസ്ഖ് തീർന്നിരിക്കുകയാണ്. അവന് കണക്കാക്കിയ ഭക്ഷണം തീർന്നിരിക്കുകയാണ്. ആയുസ് തീർന്നിരിക്കുകയാണ്. ഇനി താമസിയാതെ വീണ്ടും ഞാൻ ഈ വീട്ടിലേക്ക് വരും. അടുത്തത് നീയായിരിക്കും. അതുകൊണ്ട് മരിച്ചുപോയ ആളുകളെ കുറിച്ച് നീ വേവലാതിപ്പെട്ട് വെപ്രാളപ്പെടുന്നതിന് പകരം നിന്റെ ഖബറിടത്തിലേക്ക്, നിന്റെ പാരത്രിക ലോകത്തേക്ക് എന്തെങ്കിലും നന്മ ചെയ്ത് ഒരുങ്ങണമെന്നുള്ള സന്ദേശം എല്ലാ ദിവസവും 5 നേരം അസ്രായീൽ അലൈഹിസ്സലാം നമ്മൾക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ കാണുന്നില്ല. 5 നേരം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് അടുത്തത് നീയാണ് എന്ന് പറയുന്നുണ്ട്. അത് പ്രായമുള്ള ഉപ്പായിരിക്കണമെന്നില്ല, വല്യുപ്പ ആയിരിക്കണമെന്നില്ല, ചെറിയ 18 വയസ്സുള്ള യുവാവായിരിക്കും. അവനോടാ പറയാം അടുത്തത് നീയാണ്. ചെറിയൊരു പെൺകുട്ടിയായിരിക്കും, 10-17 വയസ്സുള്ള, അവളോട് പറയും അടുത്തത് നീയാണ്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എപ്പോ മരിച്ചാലും, ഇന്നായാലും നാളെയായാലും ഇനി എപ്പോ ഏത് സമയത്തും മരണപ്പെടാൻ നമ്മൾ തയ്യാറായിരിക്കുക. ഏത് സമയത്ത് മരണപ്പെട്ടാലും എനിക്ക് പ്രശ്നമല്ല എന്ന രീതിയിൽ ഞാനും നിങ്ങളും ജീവിക്കുക. മരണത്തെ തടുക്കാൻ ഒരാൾക്കും കഴിയില്ല. മരണത്തെ തടുത്തു നിർത്താൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പക്ഷെ മരണശേഷം ഭൗതിക ശരീരം, നമ്മുടെ ഡെഡ് ബോഡി കെമിക്കലുകൾ ഉപയോഗിച്ച് ഡാഡിയായി ഇന്ന് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ക്രയോജനിക്സ് എന്ന് പറയുന്ന രീതിയിൽ പലരുടെയും ഡെഡ് ബോഡി ഇന്നും സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും മരണപ്പെടുന്ന സമയത്ത് അങ്ങനൊരു വസിയ്യത്ത് നൽകുന്നുണ്ട് എന്നാണ്. ഞാൻ മരിച്ചാൽ എൻ്റെ ശരീരത്തെ ഖബറിൽ മറമാടരുത്, അല്ലെങ്കിൽ ദഹിപ്പിക്കരുത്.
അതിന് പകരം കെമിക്കലുകൾ ഉപയോഗിച്ച് ഫറോവയുടെ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് പോലെ എൻ്റെ ഡെഡ് ബോഡി സൂക്ഷിക്കണം. കാരണം മരണത്തെ തടുത്തു നിർത്താൻ ഒരാൾക്കും കഴിയില്ല. പക്ഷേ മരിച്ചുപോയ ആളുകളെ പുനർജീവിപ്പിക്കാൻ വരും കാലങ്ങളിൽ വല്ല മരുന്നോ വല്ല ഡോക്ടർമാരോ ജനിക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഡെഡ് ബോഡി, എൻ്റെ ഈ ശവശരീരത്തെ ആ ഡോക്ടറെ കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു സയന്റിസ്റ്റിനെ കൊണ്ട് അങ്ങനെ ഒരു മരുന്നുപയോഗിച്ച് എൻ്റെ ഡെഡ് ബോഡിയെ നിങ്ങൾ വീണ്ടും ജീവിപ്പിക്കണം. അഥവാ ജീവിച്ച് കൊതി തീരാത്ത ആളുകൾ മരണപ്പെടുന്ന സമയത്ത് ഇനിയും ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ഒരുപാട് ലക്ഷങ്ങളുടെ ഡോളറുകൾ മുടക്കി വസീയത്ത് ചെയ്യുന്നുണ്ട് എന്നാണ്. അതൊക്കെ വ്യർത്ഥമാണ്, അതൊന്നും അസംഭവ്യമാണ്, നടക്കാൻ പോകുന്ന വിഷയങ്ങളല്ല. ഇപ്പൊ മനുഷ്യന് ജീവിച്ചിട്ട് കൊതി തീരുന്നില്ല. മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, നമ്മളൊക്കെ മരണപ്പെടേണ്ടവരാണ്. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, നമ്മുടെ നന്മയും തിന്മയും കണക്കാക്കുന്നത് ഖിയാമത്ത് നാളിലാണ്, അന്ത്യനാളിലാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ, അവസാനത്തെ കുലുക്കമെന്ന് കുലുങ്ങിക്കഴിഞ്ഞാൽ, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, അതിന്റെ ഭാരങ്ങളെ ഭൂമി പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ, ഭൂമിക്കകത്തുള്ള ഭൂമിക്കടിയിലുള്ള ഭാരങ്ങളെ പരിശുദ്ധമായ നമ്മുടെ ഭൂമി വലിച്ചെറിഞ്ഞാൽ, പുറത്തേക്ക് വലിച്ചെറിഞ്ഞാൽ, വഖാലൽ ഇൻസാനു മാ ലഹാ, മനുഷ്യൻ പറയാൻ തുടങ്ങും നമ്മുടെ ഭൂമിക്ക് എന്തു പറ്റിയെന്ന്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ സമയത്ത് ഭൂമി പറയും, ഭൂമിയുടെ എല്ലാ വർത്തമാനങ്ങളും, ഭൂമിയുടെ എല്ലാ കഥകളും ചരിത്രങ്ങളും ഭൂമി പറയും. നാളെ ഓരോ വ്യക്തിയുടെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു പറയാൻ തുടങ്ങും. നമ്മുടെ നന്മകളും നമ്മുടെ തിന്മകളും എടുത്തു പറയും. നമ്മൾ ജീവിതത്തിൽ ചെയ്ത നന്മ, അഥവാ നമ്മൾ ഇവിടെ വന്ന് വഅദ് കേട്ടത്, അള്ളാഹു സ്വർഗത്തിന്റെ ഭാഗമാണ് എന്ന് വിശേഷിപ്പിച്ച സദസ്സിൽ ഇരുന്നത്, ഇന്നാലിന്ന മുഹമ്മദ്, ഇന്നാലിന്ന അഹ്മദ് വഅദിന് വന്നിരുന്നു, 2 മണിക്കൂർ വഅദ് കേട്ടിരുന്നു, അൽഹംദുലില്ലാഹ്. അതേപോലെ ആരും കാണാതെ ആരും അറിയാതെ വളരെ രഹസ്യമായി നമ്മൾ ചെയ്ത തിന്മകൾ, നമ്മൾ കണ്ട ഹറാമുകൾ, നമ്മൾ ചെയ്ത ഹറാമുകൾ, നമ്മൾ പ്രവർത്തിച്ച ഹറാമുകൾ, അള്ളാഹു നിഷിദ്ധമാക്കിയ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറയും, എല്ലാം വിളിച്ചു പറയും, ഒന്നും വിടാതെ ഭൂമി. വഖാലൽ ഇൻസാനു മാ ലഹാ, അപ്പോഴാണ് മനുഷ്യൻ ചോദിക്കുന്നത്, ഈ ഭൂമിക്ക് എന്ത് പറ്റി? ഇന്നലെ വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, ഭൂമിക്ക് എന്ത് പറ്റി? അപ്പോഴാണ് ഭൂമി പറയുന്നത്, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹുവാണ് എനിക്ക് വഹി ഇറക്കി തരുന്നത്, അല്ലാഹുവാണ് നിങ്ങളുടെ ഓരോ വിഷയവും എനിക്ക് പറഞ്ഞു തരുന്നത്, അല്ലാഹുവാണ്. നമ്മൾ പ്രണയിച്ചതും നമ്മൾ കളിച്ചതും നമ്മൾ പ്രവർത്തിച്ചതും ആരാധിച്ചതും നന്മ ചെയ്തതും തിന്മ ചെയ്തതും, എന്തിനേറെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് നമ്മുടെ മുഅദ്ദിനിന്റെ ശബ്ദം എവിടെയൊക്കെയാണോ കേൾക്കുന്നത്, ഏതൊക്കെ മരങ്ങളാണോ ഏതൊക്കെ കല്ലുകളാണോ കേൾക്കുന്നത്, ആ മരങ്ങളും ആ കല്ലുകളും പള്ളിയുടെ മുഅദ്ദിനിന് വേണ്ടി സാക്ഷി നിൽക്കുമെന്ന് വരെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് മുഅദ്ദിനിന്റെ ബാങ്കിന്റെ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നുവോ ആ ഭൂമി മുഴുവനും ബാങ്ക് കൊടുത്ത മുഅദ്ദിനിന് വേണ്ടി സാക്ഷി നിൽക്കും. ഒന്നും വിടൂല, എല്ലാം പറയും. അപ്പൊ ചില പ്രവർത്തനങ്ങൾ ആരും കാണാതെ ചെയ്തതൊക്കെ ഉണ്ടാവും, അതൊക്കെ ജനങ്ങളുടെ മുമ്പിൽ എടുത്തു പറയും. നാം ജീവിച്ചിരിക്കാരും കാണുകയോ അറിയുകയോ ചെയ്തിട്ടില്ല, പക്ഷേ പിന്നത് പരസ്യമാക്കപ്പെടുകയാണ്.
അതാണ് ഖിയാമത്ത് നാളെന്ന് പറയുന്നത്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താതൻ ലിയുറൗ അഅമാലഹും فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരാണോ ഒരു നന്മ ചെയ്തത്, ചെറിയ ഒരു നന്മ ചെയ്താൽ അതും അല്ലാഹുവിന്റെ കോടതിയിൽ കാണാൻ പോവുകയാണ്. ചെറിയ ഒരു തെറ്റ് ചെയ്താലും അതും അല്ലാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. എല്ലാം കാണും, എല്ലാം കാണും. ചെറിയൊരു നന്മയും ചെറിയ ഒരു തിന്മയും കാണും. ഇതാണ് മഹാനായ അബൂ ഹനീഫ ഇമാമിനെ സുബഹി വരെ ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും കാരണമായത് ഈ ഒരു ആയത്താണ്. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ആരാണോ ചെറിയ ഒരു നന്മ ചെയ്യുന്നത്, ആ നന്മയെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കണ്ടുമുട്ടാൻ പോവുകയാണ്. അതിന് അള്ളാഹു പ്രതിഫലം നൽകാൻ പോവുകയാണ്. ഇനി ഒരാൾ തിന്മ ചെയ്യുന്നുണ്ട്, അത് ചെറുതായാലും ശരി വലുതായാലും ശരി, അള്ളാഹു അതിനുള്ള ശിക്ഷയും നാളെ നൽകും. മഹാനായ അബൂ ഹനീഫ ഇമാം അള്ളാഹുവിനോട് ഈ പരിശുദ്ധമായ സൂറത്ത് ഓതി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, നന്മ ചെയ്താൽ അത് കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന റബ്ബേ, എന്റെ നന്മയെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. തിന്മ ചെയ്താൽ അതിന്റെ പേരിൽ ശിക്ഷ നൽകുന്ന റബ്ബേ, എന്റെ എല്ലാ തിന്മകളും എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് മഹാനായ അബൂ ഹനീഫ ഇമാം കരഞ്ഞുകൊണ്ട് ഇശാ നിസ്കാരം കഴിഞ്ഞ് സുബഹി വരെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അപ്പൊ എല്ലാം നാളെ കണ്ടുമുട്ടാൻ പോവാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. നമ്മുടെ നന്മയും തിന്മയും നാളെ കണക്കാക്കുന്നത് മഹ്ശറയിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗത്തിന്റെ സുഖങ്ങൾ ആസ്വദിക്കുന്നത്, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നവരാരാണ്? അവരാണ് വിജയി. നമ്മൾക്ക് അങ്ങനെയുള്ള വിഭാഗത്തിലാണ് ഉൾപ്പെടേണ്ടത്. നമ്മുടെ ലക്ഷ്യം അതാണ്. فمن زحزح عن النار وأدخل الجنة فقد فاز. ആരാണോ ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കുന്നത്, അവരാണ് വിജയി. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ടത് അങ്ങനെയാണ്. അള്ളാഹുവേ, ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അങ്ങനെ ദുആ ചെയ്യേണ്ടത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. ഹിസാബില്ലാത്ത അദാബില്ലാത്ത സ്വർഗം നൽകണേ അല്ലാഹ്. ഹിസാബും വേണ്ട, അദാബും വേണ്ട, അങ്ങനെ ഒരു സ്വർഗം അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. മരിച്ചു പോകുന്ന മയ്യത്ത്, നമ്മളൊക്കെ മരിച്ചുപോയി എന്ന് സങ്കല്പിക്കണം. മരണപ്പെട്ടു പോയ നമ്മെ എല്ലാവരും നമ്മുടെ ചുറ്റും ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരു വെള്ള തുണിയിൽ നമ്മുടെ ശരീരം ഇങ്ങനെ ഒരു കട്ടിലിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ മരിച്ചത് ഇങ്ങനെ വീട്ടിലെ ഒരു കട്ടിലിൽ ഇങ്ങനെ എന്നെ കിടത്തിയിട്ടുണ്ട്. വെള്ള തുണി, നമ്മുടെ ചുരിദാറും നമ്മുടെ പാൻസും തുണിയും ഒക്കെ ചേഞ്ച് ചെയ്ത് ഒരു വെള്ള തുണി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുണ്ട്, തൊട്ടപ്പുറത്തുനിന്ന് കരയുകയാണ്, ഉമ്മ കരയുകയാണ്, ഭാര്യ കരയുകയാണ്, മക്കൾ കരയുകയാണ്. നമ്മൾ ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, മിണ്ടാൻ കഴിയുന്നില്ല, കരയാൻ കഴിയുന്നില്ല. എല്ലാവരും ഞങ്ങളുടെ ചുറ്റുഭാഗത്തിലൂടെ ഇങ്ങനെ നടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പല മയ്യത്തിനെയും കണ്ടിട്ടുണ്ടാകും. ഇന്ന് മയ്യത്തിനെ കാണില്ല, നമ്മൾ മയ്യത്തായിരിക്കുകയാണ്. അല്ല, ഇതുവരെ നമ്മൾ മയ്യത്ത് കണ്ടിട്ടേ ഉള്ളൂ, ഇന്നിപ്പോൾ നമ്മൾ മയ്യത്തായിട്ട് കിടക്കാണ്. അപ്പോൾ ഓരോ ആളുകൾ ഇങ്ങനെ വരുന്നതും നമ്മുടെ മുഖത്തിന്റെ തുണിയൊന്നിങ്ങനെ പൊക്കി മുഖം നോക്കി തിരിച്ചു പോകുന്നതും.
അങ്ങനെ ഒരു സന്ദർഭം നമ്മൾക്കുണ്ടായി. എന്നിട്ട് നമ്മുടെ മയ്യത്തിനെ കുളിപ്പിക്കുകയാണ്. എല്ലാം നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മക്കൾ നമ്മെ കുളിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആളുകൾ വന്ന് നമ്മുടെ ശരീരത്തെ ഇങ്ങനെ കഴുകി വൃത്തിയാക്കുകയാണ്. അനങ്ങാനോ തിരിയാനോ നമ്മൾക്ക് കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല. സംസാരിക്കണമെന്നുണ്ട്. ശരീരത്തെ ചെരിച്ചു കിടത്തുന്നുണ്ട്, വെള്ളമൊഴിക്കുന്നുണ്ട്, വലതുഭാഗത്തേക്ക് ഇടതുഭാഗത്തേക്ക്, എന്നിട്ട് വുളൂ ചെയ്യിപ്പിക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അവശിഷ്ടങ്ങൾ അവരിങ്ങനെ ഞെക്കിക്കൊണ്ട് കളയുന്നുണ്ട്. എല്ലാം അവർ ചെയ്യുന്നുണ്ട്. നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാം നമ്മൾ അറിയുന്നുണ്ട്. എന്നിട്ടൊരു 3 കഷ്ണം തുണി കൊണ്ടുവന്ന് നമ്മുടെ ശരീരത്തെ അവർ കഫൻ ചെയ്യുന്നുണ്ട്. ആ കഫൻ ചെയ്ത് ജനാസ നമ്മുടെ മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് ആളുകളെല്ലാം മയ്യത്ത് കട്ടിലുമായി ഖബറിലേക്ക് നടന്നു പോകുന്ന രംഗമൊന്ന് ഓർത്തു നോക്ക്. വീട്ടിൽ നിന്ന് വിട പറയുകയാണ്. അണപൊട്ട് കരയുന്ന ഉമ്മ, വേർപാടിന്റെ നൊമ്പരം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഭാര്യ, പിതാവിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന മക്കൾ, ഇങ്ങനെ എല്ലാവരും കരയുന്ന സമയത്ത് മയ്യത്തുകട്ടിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ അള്ളാഹു നമ്മെ വിളിക്കുന്നുണ്ട്, അബ്ദീ അബ്ദീ, അടിമകളെ അടിമകളെ, ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ. എത്ര വർഷമാണ് നീ നിന്റെ ശരീരത്തെ മിനുക്കിയത്? എത്ര വർഷമാണ് നിന്റെ ശരീരത്തെ നീ ശുദ്ധീകരിച്ചത്? എത്ര വർഷമാണ് നിന്റെ ശരീരത്തെ നീ മോഡിഫൈ ചെയ്തത്, ഭംഗിയാക്കിയത്? നിന്റെ ഡ്രസ് കോഡ്, നിന്റെ കോസ്റ്റ്യൂംസ്, അതുപോലെ തന്നെ നിന്റെ ശരീരത്തെ മിനുക്കാൻ, നിന്റെ മുഖത്തെ മിനുക്കാൻ, നിന്റെ വസ്ത്രങ്ങളെ അലങ്കരിക്കാൻ, നിന്റെ വീടിനെ മിനുക്കാൻ എത്ര വർഷമാണ് നീ സമയം ഉപയോഗിച്ചത്? അബ്ദീ ത്വഹർത മൻളറൽ ഖൽഖി സിനീൻ. പക്ഷേ അതെല്ലാം ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥലമായിരുന്നു. നമ്മുടെ മുഖം അള്ളാഹു നമ്മുടെ മുഖത്തേക്കല്ല നോക്കുന്നത്, ജനങ്ങളാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കുന്നത്. അല്ലേ? നമ്മുടെ വീട്, അള്ളാഹു നമ്മുടെ വീടിലേക്ക് നോക്കുന്നില്ല, ജനങ്ങളാണ് നമ്മുടെ വീട് നോക്കുന്നത്. നമ്മുടെ വാഹനം, അള്ളാഹു വാഹനത്തിലേക്ക് നോക്കുന്നില്ല, ജനങ്ങളാണ് വാഹനത്തിലേക്ക് നോക്കുന്നത്. നമ്മുടെ വസ്ത്രം അള്ളാഹു നോക്കുന്നില്ല, ജനങ്ങളാണ് വസ്ത്രം നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് നമ്മൾ ചെലവഴിച്ചത് നല്ല വസ്ത്രം വാങ്ങാനാണ്, നല്ല വീടെടുക്കാനാണ്, നല്ല വാഹനം വാങ്ങാനാണ്. നമ്മുടെ ശരീരത്തെ, നമ്മുടെ മുഖത്തെ മിനുക്കിയെടുക്കാൻ വേണ്ടി എത്രയോ സമയം നമ്മൾ ചെലവഴിച്ചിട്ടില്ലയോ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അബ്ദീ, എന്താ ഇപ്പോ എന്തു പറ്റി ഇപ്പോൾ ജനങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളെ ശുദ്ധീകരിക്കാനും മനോഹരമാക്കാനും എത്ര കാലമാണ് നീ ഇങ്ങനെ പരിശ്രമിച്ചത്, പ്രയാസപ്പെട്ടത്? എത്ര കാലം? എന്നാൽ ഞാൻ ശ്രദ്ധിക്കുന്ന നിന്റെ സ്ഥലമുണ്ട്, ഞാൻ വീക്ഷിക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു സെക്കൻഡ് പോലും അത് ശുദ്ധീകരിക്കാൻ നീ സമയം കണ്ടെത്തിയില്ലല്ലോ. എവിടേക്ക് അള്ളാഹു നോക്കുക? അള്ളാഹു നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. ലാ യൻദുറു ഇലാ സുവരിക്കും വലാ ഇലാ അജ്സാമിക്കും. നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ് അള്ളാഹുവിന് കാണേണ്ടതില്ല. നിങ്ങൾ നല്ല ബോഡി ബിൽഡർ ആണോ, നിങ്ങളുടെ സ്ലിം ബ്യൂട്ടിയോ ഒന്നും റബ്ബിന് കാണേണ്ടതില്ല. നിങ്ങളുടെ മുഖത്തിന്റെ ഭംഗിയോ ശരീരത്തിന്റെയോ വസ്ത്രത്തിന്റെയോ ഭംഗി അള്ളാഹുവിന് കാണേണ്ടതില്ല. എന്ന് വെച്ച് അതൊക്കെ ഇങ്ങനെ അയച്ചു വിടണം എന്നല്ല. നല്ല ഭംഗിയിൽ നടക്കുക, നല്ല സൗന്ദര്യത്തിൽ നടക്കുക, ബോഡിയൊക്കെ നല്ല ഫിറ്റ്നസോടെ നടക്കുക, അതൊക്കെ ദീനിന്റെ ഭാഗമാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറും മിനൽ മുഅ്മിനിൽ ളഈഫ്. ആരോഗ്യമുള്ള മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനിനേക്കാളും നല്ലത്. നല്ല ആരോഗ്യമുള്ള മുഅ്മിനാണ് ബലഹീനനായ മുഅ്മിനിനേക്കാളും നല്ലത്. നല്ല ആരോഗ്യമുണ്ടെങ്കിൽ നന്നായി നിസ്കരിക്കാം, നന്നായി ഖുർആൻ ഓതാം, നന്നായി അള്ളാഹുവിനെ ആരാധിക്കാം. നേരെ മറിച്ച് രോഗിയാണെങ്കിലോ അയാൾക്ക് കുറെ നിസ്കരിക്കാനൊന്നും കഴിയില്ല. കുറച്ച് നിസ്കരിക്കുമ്പോൾ ടയർഡാവും, കുറച്ച് ഓതുമ്പോൾ ടയർഡാവും, രാത്രി എണീറ്റ് നിസ്കരിക്കാൻ കഴിയില്ല. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. നല്ല ആരോഗ്യമുള്ള ദൃഢഗാത്രനായ മാനസികമായ ശാരീരികമായ കരുത്തുള്ള ബോഡി ഫിറ്റ്നസ് ഉള്ള യുവാവിനെയാണ്, യുവതിയെയാണ് അള്ളാഹുവിന് ഇഷ്ടം. അവനാണ് നല്ലത് ബലഹീനനായ മുഅ്മിനിനേക്കാളും. ആരോഗ്യം ശ്രദ്ധിക്കണ്ട എന്നല്ല, ആരോഗ്യം ശ്രദ്ധിക്കണം, അത് ദീനിന്റെ ഭാഗം തന്നെയാണ്. പക്ഷെ അള്ളാഹു നമ്മുടെ ആരോഗ്യമല്ല നോക്കുന്നത്, അള്ളാഹു നോക്കുന്നത് ഹൃദയത്തെയാണ്.
വമാ തുഖർത മൻലരി സഅഹ്, ഒരു സെക്കൻഡ് പോലും ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലം നിങ്ങൾ മനോഹരമാക്കാനോ ശുദ്ധീകരിക്കാനോ സംസ്കരിക്കാനോ സമയം കണ്ടെത്തിയില്ലല്ലോ എന്ന് അള്ളാഹു മരിച്ച മയ്യിത്തിനെ ജനാസയിൽ വെച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അള്ളാഹു നമ്മോട് ചോദിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോടൊക്കെ ചോദിക്കാൻ, അബ്ദി, എന്റെ മനുഷ്യ, അല്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന സ്ഥലങ്ങളൊക്കെ മിനിക്കുന്നത്? അവരാണോ നിങ്ങളുടെ ചെലവേറ്റെടുത്തത്? നിങ്ങൾക്ക് ആരോഗ്യം തന്നത് അവരാണോ? സൗന്ദര്യം തന്നത് അവരാണോ? സമ്പത്ത് തന്നത് അവരാണോ? നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം വരെ, നിങ്ങളുടെ ഓരോ നീക്കുപോക്കും അള്ളാഹുവിന്റെ കൈകളിലാണ്. പിന്നെ എന്തിനാ അവർക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഞാനല്ലേ ഇതൊക്കെ തരുന്നത്, അപ്പൊ എനിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ കഷ്ടപ്പെടേണ്ടത്? അതുകൊണ്ട് എന്റെ ഇവിടെ കൂടിയിരിക്കുന്ന മുഅ്മിനീങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, അള്ളാഹു ശ്രദ്ധിക്കുന്ന സ്ഥലം നമ്മുടെ ഹൃദയമാണ്. അള്ളാഹു ശ്രദ്ധിക്കുന്നത് ഹൃദയമാണ്. അപ്പൊ ഇവിടെ ആദ്യം ശുദ്ധീകരിക്കുക. ഇതൊക്കെ വേണം, വേണ്ടെന്നല്ല, ആദ്യം ഇവിടെ ശുദ്ധീകരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അള്ളാഹു നാളെ ചോദിക്കും, ഞാൻ നോക്കുന്ന സ്ഥലം, ഞാൻ ശ്രദ്ധിക്കുന്ന സ്ഥലം, ഞാൻ വീക്ഷിക്കുന്ന സ്ഥലം എന്തേ നീ ശുദ്ധീകരിക്കാത്തത്? അപ്പോൾ അള്ളാഹുവിനോട് മറുപടി പറയാൻ നമ്മൾക്ക് കഴിയണം, അള്ളാഹുവേ, നീ ശ്രദ്ധിക്കുന്ന സ്ഥലം ഞാൻ ശുദ്ധീകരിച്ചിട്ടുണ്ടെങ്ങനെ? വഅലിന്റെ സദസ്സിലേക്ക് കടന്നു വന്നിട്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള വഴിയാണ് പരിശുദ്ധമായ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക എന്നുള്ളത്. നന്നായി ഖുർആൻ ഓതുക, ഹൃദയം ശുദ്ധീകരിക്കാൻ എളുപ്പമാണത്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം ഒരു ജുസ് ഖുർആൻ ഓതിയ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഒരു ജുസ് ഇന്നത്തെ ദിവസം ഖുർആൻ ഓതിയവർ? ആരുമില്ല. അൽഹംദുലില്ലാഹ്. ഒരാള്, രണ്ടാള്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ട്, അല്ലാഹുവേ, എന്റെ സമുദായം ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ റബ്ബേ. ഒരു ദിവസം ഒരു ജുസ് പാരായണം ചെയ്യാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവർ, ഒരു മാസത്തിൽ ഒരു ഖത്തം എന്ന് പറഞ്ഞാൽ 30 ജുസ്, 30 ദിവസത്തിൽ ഓതി തീർക്കാത്തവർ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ ഉൾപ്പെടുമെന്നാണ്. ഖുർആനിനെ അവഗണിച്ച് കളഞ്ഞവരിൽ ഉൾപ്പെടുമെന്നാണ്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ സമുദായം ഈ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞുവല്ലോ എന്ന് അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ട്. ഇതിന്റെ വിശദീകരണത്തിൽ മഹാന്മാർ പറയുന്നത്, ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്ത ആളുകൾ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചു കളഞ്ഞവരാണ്. ഒരു മാസത്തിൽ ഒരു ഖത്തം ഓതി തീർക്കാത്തവരെ ഭൂരിഭാഗം ഇവിടെ അല്ലേ? നമ്മൾ അല്ലാഹുവിനോട് പറയും, എന്റെ ഹൃദയം ഞാൻ ശുദ്ധീകരിച്ചു എന്ന്. ഖുർആൻ ഓതാത്തവന്റെ ഹൃദയം എങ്ങനെ ശുദ്ധിയാവാനാണ്? ഖുർആൻ പാരായണം ചെയ്യാത്തവന്റെ ഹൃദയം എങ്ങനെ ശുദ്ധിയാവാനാണ്?